గంగాధరం నువ్వా? ఏడుగుండల వాడా గోయింద గోయింద. സാറേ പോകുമ്പം പറയാൻ പറ്റിയില്ല. തിരുപ്പതിന്നാ നേർച്ച. ഇവളെ മനസ്സിലായില്ലേ സാറിന്? എന്റെ നാഗരത്നമ്മ. മിനിഞ്ഞാന്ന് രാത്രി ക്വാർട്ടേഴ്സ് കയറി വന്നു. കരഞ്ഞു പിഴിഞ്ഞ് മുഷിഞ്ഞു കീറിയ സാരി കൊടുത്ത് പട്ടിണി കിടന്ന് കോലം കെട്ട് എന്റെ ചങ്ക് കത്തിപ്പോയി സാറേ. എത്രയൊക്കെ ആയാലും എന്റെ കൊച്ചിന്റെ തള്ളയല്ലേ. ഇവളെയും പറ്റിച്ച് എന്റെ കാശും കൊണ്ട് അവൻ മുങ്ങി. ഇവളുടെ തെലുങ്കൻ കാമുകൻ. ഒക്കെ ഞാൻ പുറത്തു കിരി സാറേ. ഇനി ഞാൻ വെള്ളം അടിക്കില്ല. తిరుపతి వెంకటాచలపతిയാണേ సత్యం. అయ్యా నన్ను క్షమించండి. ఇక్కనైనా విడదో మర్యాదగా కాపురం చేయి, లేకపోతే చంపేస్తాను. చేపు మార్చి. ఏడుగుండలవాడా గోయిందా గోయిందా. రా എന്താ എന്താ എല്ലാരും കൂടെ? പെട്ടെന്ന് റെഡിയാവും. നമ്മള് ക്ലബിൽ പോകുന്നു. ഇന്ന് ഡിന്നർ എവിടെയാ? ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയും ചെയ്യാലോ. അമ്മ വിളിച്ചിരുന്നോ ഗിരിയെ? ഇന്നലെ ഫോണിൽ കൂടെ ഞങ്ങൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നു. പറഞ്ഞോ? പറഞ്ഞു. ഇരിക്കട്ടോ. അപ്പോ അമ്മ പറഞ്ഞ പോലെ കല്യാണം ഗുരുവായൂർ വെച്ച് എല്ലാരെയും ക്ഷണിച്ച് നാട്ടുനടപ്പനുസരിച്ച് ഉഷാറാക്കി നടത്തണം. നമുക്ക് ദിവസം കുറിച്ചിട്ട് അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഗിരിയുടെ അമ്മ. ഓണത്തിന് മുമ്പെന്ന് പറയുമ്പോ ഏറെ ഒരു മാസേ ഉള്ളൂ. ഇനി ഒരു മാസം ഇല്ലേ? അത്രയും വൈകണോ? എത്രയും നേരത്തെ ഇവിടെ തന്നെ വെച്ച് ചുടുവിൽ നമുക്ക്. സത്യം പറഞ്ഞ തിരക്കായി എനിക്ക്. ഗിരിസാറേ, എന്താ? ഒന്നിങ്ങോട്ട് വന്നേ. ആ സാറ് എന്താ? ഒന്ന് വന്ന് നോക്കിയേ. പവേട്ട ഒരു മിനിറ്റ്, ഞാൻ എന്താ വരുന്നേ. എന്തു പറ്റി? വല്ലാതെ വേദനയുണ്ടോ? ഇപ്പൊ വന്നേക്കാം. എന്താ അവിടെ? അല്ല, അത് ഈ റെയിൽവേയുടെ കുറെ സാധനങ്ങളെ ഞാനിവരോട് എലിക്കിണി വെക്കാൻ പറഞ്ഞതാ. ഒഴിഞ്ഞു കിടക്കുന്നോണ്ടാവും എലികൾ ഒരുപാട്. ഞങ്ങൾ ഏതായാലും കുറച്ചു ദിവസം നേരത്തെ ഇടാന്ന് വിചാരിക്കുക നാട്ടിലേക്ക്. നമുക്ക് ഒരുമിച്ച് പോവാം. എന്നിട്ട് കല്യാണവും നിങ്ങളുടെ മധുബൂതും എല്ലാം കഴിഞ്ഞ് സൗകര്യം പൊളിഞ്ഞ് മടങ്ങാം. ഒരു സെക്കൻഡ് ഹണിമൂണിന്റെ പ്ലാനിങ് ഞങ്ങൾക്കുണ്ടെന്ന് വെച്ചോ. നീ പെട്ടെന്ന് ഡ്രസ്സ് മാറ്. അല്ല പവേട്ട, എനിക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോണം. നിങ്ങൾ വിട്ടോ, ഒരു അരമണിക്കൂറിനകം ഞാൻ എത്തിയേക്കാം. അതെന്താ പെട്ടെന്ന്? അല്ല, അത് ഈ 8:10 ഗോരഖ്പൂരിൽ ഞങ്ങളുടെ ഒരു ഡിവിഷൻ മാനേജർ വരുന്നുണ്ട്. ഞാനത് മറന്നു കിടക്കായിരുന്നു. നീ എന്താ പുകയത്തപ്പെട്ട എലിയെ പോലെ? എന്തു പറ്റി നിനക്ക്? ഏയ് ഒന്നുമില്ല, നിങ്ങൾ വിട്ടോ, ഞാൻ വന്നേക്കാം. ജൽദിയോ. റൈറ്റ്. ആശ്വാസമുണ്ടോ? ഐ എം സോറി. മീനാക്ഷി പോയോ? കാണുന്നില്ല അവനെ. 4 പേർക്കായി. അപ്പൊ നമുക്ക് ഫുഡ് അങ്ങ് ഓർഡർ ചെയ്താലോ? ഗിരി വരട്ടെ. കാൾ ഫോർ യു. യെസ് പവേട്ട, ഞാനാ ക്വാർട്ടേഴ്സ്. ഞാനിങ്ങോട്ട് വരുന്നില്ല. അവരെ വീട്ടിലാക്കിയിട്ട് പവേട്ടനൊന്ന് വരുമോ? വേഗം പറയാം, ഒരു അത്യാവശ്യ കാര്യമുണ്ട്.
അവരോട് പറയണ്ട. ഓ. മരുന്നിന്റെ ആവും, വിളിക്കണോ? വേണ്ട. പാവം, നമ്മളെല്ലാരും ഒരുപാട് ശപിച്ചിട്ടുണ്ട് അവനെ. ഇപ്പൊ ഓർക്കുമ്പോ ആകെ വിഷമം. ഇതിപ്പോ ആരുടെ ശാപമൊന്നുമല്ല, അവന്റെ ഫേറ്റ്. ആയിരിക്കാം. എന്നാലും നമുക്കൊരു ഉത്തരവാദിത്വമല്ലേ? ബന്ധുക്കളെന്ന് പറയാൻ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അവന്. നമുക്ക് അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. നമുക്ക് നോക്കാം അവനെ. ആദ്യം കല്യാണം നടക്കട്ടെ. നോക്കി, മീനാക്ഷി ഇപ്പൊ ആകെ ത്രില്ലിലാണ്. കല്യാണ പെണ്ണിന്റെ എക്സൈറ്റ്മെന്റ്. ഇപ്പൊ അവളുടെ മനസ്സിൽ അഖില എന്തിനുണ്ടാവില്ല, ഇനി ഉണ്ടാവരുത് ഒരിക്കലും, ഏതവസ്ഥയിലും. അല്ലെങ്കിൽ പാവൻ ഗിരിയുടെ വിഷമം കൂടെ കാണേണ്ടി വരും നമ്മൾ. അവൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് മീനാക്ഷി. കുറച്ചു നാളെ ആയിട്ടുള്ളൂ എങ്കിലും ഞങ്ങളൊക്കെ വല്ലാണ്ട് അറ്റാച്ച്ഡ് ആയി മീനാക്ഷിയോട്. കല്യാണം കഴിഞ്ഞാലും ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തൂടെ തനിക്ക്? വിമല ടീച്ചർ നാട്ടിൽ സെറ്റിൽ ചെയ്ത സ്ഥിതിക്ക് പോസ്റ്റ് വേക്കണ്ടാ. ഇല്ലെങ്കിൽ അടുത്ത വർഷം മാത്സിലേക്ക് മാറാം. എനിക്ക് സന്തോഷ, എല്ലാവർക്കും സമ്മതാണെങ്കിൽ. എല്ലാവർക്കും എന്ന് വെച്ചാൽ ഗിരിക്ക് അല്ലേ? ഞാൻ പറഞ്ഞാ വേണ്ടാന്ന് പറയോ അവൻ? അവൻ നല്ല പയ്യനാ. യു ആർ ലക്കി മൈ ഡിയർ. നാട്ടിൽ പോകുന്നതിന് മുമ്പ് എന്നെ കണ്ടിട്ടേ പോകാമെന്ന് പറയണം അവനോട്. കല്യാണത്തിന് കൂടണമെന്ന് മോഹമുണ്ട് എനിക്ക്. സാരല്ല, എന്റെ എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാവും. കം മൈ ചിൽഡ്രൻ. ഐ വിഷ് യു എ വെരി വെരി ഹാപ്പി മാരീഡ് ലൈഫ്. നാളെയാ പോകുന്നത്, രാവിലെ. ബാലൻ എപ്പോഴും ഉണ്ടാവും ഇവിടെ. ഡ്യൂട്ടി തീരുമ്പോഴൊക്കെ ജോസും വരും. അമ്മ തിരക്ക് കൂട്ടുണ്ട് ചെല്ലാൻ. ഒരുമിച്ച് പോവാന്ന് പവിയേട്ടനും പറഞ്ഞു. മതി. മുഹൂർത്തം ഗുരുവായൂർ വെച്ച്. സാർ, മീനാക്ഷി ചേച്ചി. തനിക്ക് കാണണോ മീനാക്ഷിയെ?